തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വന്നില്ലെങ്കിലും മുന്നണികൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും UDF തലസ്ഥാനത്തെ കോൺഗ്രസ് ഇന്നലെ തന്നെ 40-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പതിവില്ലാത്ത വിധം മുന്നിലിറങ്ങിക്കഴിഞ്ഞു. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വലിയ ശ്രമമാണ് UDFന്റെയും കോൺഗ്രസിന്റെ ഭാഗത്തുള്ളത്. KS ശബരിനാഥിനെ, മുൻ MLA കൂടിയായ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മുട്ടട വാർഡിൽ കോൺഗ്രസ് രംഗത്തിറക്കുന്ന വൈഷ്ണ സുരേഷാണ്. വൈഷ്ണ ഇതിനകം ഇന്നലെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ ഒരു സൂചന പാർട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നോ മത്സരിക്കേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സൂചനയായിട്ടില്ല. നിങ്ങൾക്ക് ഒരു പാർട്ടി സിസ്റ്റം അറിയായിരിക്കുമല്ലോ. കാരണം കോർ കമ്മിറ്റി എന്നൊക്കെ പേര് പോയതിനു ശേഷമാണ് ഇത് വരുന്നത്. അപ്പം നാട്ടിലുള്ള നമ്മളെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ മത്സരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പേര് പോയി വന്നതാണ്. ഒന്ന് വൈഷ്ണവത്തിന് പരിചയപ്പെടുത്തു. കാരണം മാധ്യമപ്രവർത്തകർക്ക് വൈഷ്ണവ അറിയാമെങ്കിലും കുറച്ച് ആളുകൾക്ക് കൂടി പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പറയൂ. എന്റെ പേര് വൈഷ്ണവ സുരേഷ് എന്നാണ്. ഞാൻ നിലവിൽ KUC തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അക്കാഡമിയിൽ LLB ചെയ്യുന്നുണ്ട്. ഞാൻ സർക്കാർ വനിതാ കലാലയത്തിൽ നിന്ന് വഴുതക്കാടുള്ള ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞു. പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ LLB ചെയ്യുന്നുണ്ട് ലോ അക്കാഡമിയിൽ. പിന്നെ ടെക്നോ പാർക്കിൽ വർക്കിംഗും ആണ്. അപ്പോൾ ഇതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ മുട്ടട തന്നെയാണ് സ്വദേശവും മുട്ടടയാണ്. ഇത്തരത്തിൽ എന്താണ് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥി? കാരണം 24 വയസ്സേ വൈഷ്ണയ്ക്കുള്ളൂ. അതാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പട്ടികയിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് കൂടിയാണ്. കഴിഞ്ഞ തവണ CPM അങ്ങനെയൊക്കെ ഒരുപാട് പുതുമുഖങ്ങളെ യുവാക്കളെ കൊണ്ടുവന്നിരുന്നു. ആ ഒരു മാതൃകയിലേക്ക് കോൺഗ്രസ് വരികയാണ്. ഗുണം ചെയ്യുമോ ഇത്? തീർച്ചയായും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരിക എന്നുള്ളത് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഇപ്പോൾ യുവാക്കളെ അല്ലെങ്കിൽ യുവതലമുറയിലെ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു ഇന്നലെ വന്നത്. തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ മുട്ടട വാർഡ് കോൺഗ്രസ് UDF പിടിച്ചിരിക്കും. എന്താണ് മുട്ടടയുടെ ഒരു അടിയന്തര ആവശ്യങ്ങൾ? ഇവിടെ ജീവിക്കുന്ന ആളുടെ തന്നെ അറിയാൻ പറ്റും. എന്താണ് മുട്ടടയ്ക്ക് ഇല്ലാത്ത കുറവെന്താണ് മുട്ട? കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ CPMന്റെ കൌൺസിലർമാരാണ് ജയിച്ചു വരാറുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പ്രാദേശികമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ റോഡുകളെല്ലാം തന്നെ ടാറിട്ടിട്ടുണ്ട്. പക്ഷെ സബ് റോഡുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും താമസിക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം ഈ സബ് റോഡുകൾ വഴിയാണ് കൂടുതൽ. കാരണം അവരുടെ വീട്ടുമുറ്റം ഇറങ്ങിക്കഴിഞ്ഞാൽ സബ് റോഡാണ് വരുന്നത്, മെയിൻ റോഡിലൊന്നും ആയിരിക്കില്ല. അപ്പൊ ഈ ആളുകളെ ഒട്ടും തന്നെ കൺസിഡർ ചെയ്യാത്തൊരു സാഹചര്യമാണ് നിലവിൽ മുട്ടടയ്ക്കുള്ളത്. അപ്പൊ അതിനൊരു മാറ്റം എന്തായാലും വരണം. കാരണം നമ്മളിപ്പോ വന്ന വഴികൾ തന്നെ നിങ്ങൾക്കറിയാം, ഇടവഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുണ്ടും കുഴിയും ചരളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ തെന്നി വീഴാം ആൾക്കാർ, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കാം. അപ്പൊ ഇതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അത് പ്രോപ്പറായിട്ടല്ല, ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു മാറ്റം വരണം എന്നാണ് ആഗ്രഹം. ഒരുപാട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അക്കാഡമികളൊക്കെ ഉള്ള സ്ഥലമാണ്. IAS കോച്ചിങ് അടക്കമുള്ള നിരവധി അക്കാഡമിയുള്ള സ്ഥലമാണ്. ഒരുപാട് പെൺകുട്ടികൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. സുരക്ഷാപരമായിട്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു ട്രെയിനിലൊരു കൊലപാതക ശ്രമം കണ്ടു. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഇവിടുത്തെ സുരക്ഷാപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ? ഈ മണ്ഡലത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സിറ്റിയിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായി ഡീപ്പായി പോകുന്നില്ല. എന്നിരുന്നാലും ഇന്നലത്തെ ഒരു അനുഭവം നമുക്കറിയാം. സ്ത്രീ സുരക്ഷ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയിൽ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ പോലും അതിന്റേതായ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി ദിനംപ്രതി കണ്ടുവരുന്നുണ്ട് വാർത്തകളിലൂടെ. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്റെ വാർഡിൽ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തായാലും നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും. സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നത്. BJPയുടെയും CPMന്റെയും സ്ഥാനാർത്ഥി വന്നിട്ടില്ല, എതിരാളികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ, അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ മൂവ്മെന്റ്. അതുതന്നെയാണ് പരമാവധി ആളുകളെ നേരിട്ട് കാണാൻ ഇനി സമയമുണ്ട്. 1 മാസത്തോളമുണ്ട് തെരഞ്ഞെടുപ്പിന്. വൈഷ്ണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ജോലി ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. ജോലി ചെയ്യുന്നു, അതിനൊപ്പം പഠിക്കുന്നു, ജേർണലിസവും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏതായാലും അത്തരത്തിൽ നിയമവും ജേർണലിസവും ഒക്കെ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ വളരെ വേഗം കണ്ട് അവരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് വൈഷ്ണയുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു UDF, കോൺഗ്രസ്. പ്രത്യേകിച്ചും ഈ മുട്ടട വാർഡിൽ വാർഡ് ദീർഘനാൾക്ക് ശേഷം തിരിച്ചുപിടിക്കാനാണ് വൈഷ്ണയുടെയും കോൺഗ്രസിന്റെയും ശ്രമം.